നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സന്തോഷം എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിലർ കരുതും പണമുണ്ടെങ്കിൽ സന്തോഷമുണ്ടാവും, ചിലർ ആരോഗ്യമുണ്ടെങ്കിൽ ഉണ്ടാവുമെന്ന് കരുതും. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും സന്തോഷമില്ലാത്തൊരു സമൂഹമുണ്ട്. ജീവിതത്തിൻ്റെ അർത്ഥത്തെയും അർത്ഥമില്ലായ്മയെയും പുനർജന്മത്തെപ്പറ്റിയുമൊക്കെ പ്രതിപാദിക്കുന്ന ആൽബിൻ തോമസ് വടക്കേലിൻ്റെ വല്ലാത്തൊരു പകലുറക്കം എന്ന ചിത്രത്തിൻ്റെ നിങ്ങളറിയാതെ പോയ അർത്ഥതലത്തെ പറ്റിയാണ് ഈ വീഡിയോ. കുമരേശൻ എന്ന കൃഷിപ്പണിക്കാരൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന അർത്ഥശൂന്യതയെപ്പറ്റിയും ലക്ഷ്യങ്ങളെപ്പറ്റിയും ഒക്കെ പറഞ്ഞു വയ്ക്കുന്ന പടത്തിലെ ഈ ഒരു രംഗം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട രംഗമാണ്. ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. തമിഴാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതോടൊപ്പം ഈ വെള്ളം കുടിക്കുന്ന രീതി നോക്കൂ. ഇതിൻ്റെ അർത്ഥതലങ്ങൾ ചിത്രത്തിൻ്റെ ആദ്യ ഭാഗത്തെ ഈ ഒരു ഡീറ്റെയിലിംഗ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വെള്ളത്തിലേക്ക് ഷൂ കൊണ്ട് ചവിട്ടുമ്പോൾ പോലുമുള്ള ആ ഒരു ഇറിറ്റേഷൻ, അവിടെ നിന്ന് ഈ ഒരു കഥാപാത്രത്തിലേക്കുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ എത്ര ഭംഗിയായിട്ടാണ് സംവിധായകൻ വരച്ചു കാട്ടുന്നത്. ചിത്രത്തിന്റെ തുടക്കത്തിൽ കാണിക്കുന്ന വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ആ ഒരു ബിസിനസ് മാൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഫോണിലാണ്, തൊഴിലാളികളോട് ദേഷ്യപ്പെടുന്നു. എന്നാൽ ഈ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ആരോടൊന്നില്ലാതെ ജീവിതത്തെ ശപിച്ചുകൊണ്ടിരിക്കുന്ന കഥാപാത്രത്തിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫർമേഷൻ ഈ ഒരു ഉറക്കത്തിൽ നിന്നാണ് സംഭവിച്ചത് എന്ന് പറയുമ്പോഴാണ് സംവിധായകന്റെ ബ്രില്യൻസ് മനസ്സിലാകുന്നത്. അതുവരെ ഓടിച്ചു വന്ന വാഹനം ഒന്നുറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും അത് അപരിചിതമാകുന്നു. വാഹനത്തിന്റെ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു സീൻ ഒന്ന് കണ്ടു നോക്കൂ. ചിത്രത്തിൽ അതുവരെ ഡേവിഡ് എന്ന കഥാപാത്രം ഓടിച്ചു വന്ന വാഹനം ഒന്ന് ഉറങ്ങി കേൾക്കുമ്പോൾ അപരിചിതമായി തുറക്കുന്ന രീതിയും നടക്കുന്ന രീതിയുമെല്ലാം നോക്കുക. ഇതൊരു തുടക്കമാണ്. ഇവിടെ നിന്നും ഇതുവരെ കാണാത്ത ഒരു പഴയ വീട്ടിലേക്ക് കയറി ചെന്ന് വേഷം മാറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പരകായ പ്രവേശം നോക്കും. ചിത്രത്തിൽ ഇതുവരെ കണ്ട ഡേവിഡ് ഓരോ ചുവടുകൾ വെച്ച് അതിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ മാറി മാറി എത്തുന്നത് നമ്മൾ മുമ്പ് കണ്ട കുമരേശനിലേക്കാണ്. ഈ ചിത്രം നോക്കൂ. ആദ്യ ഭാഗത്തെ ബിസിനസ്മാനായ ഡേവിഡിൻ്റെ വസ്ത്രം ഒരു വശത്ത് കാണിച്ചുകൊണ്ട് മുറ്റത്ത് കിളുത്തു വരുന്ന തെങ്ങിനേക്കുള്ള ആവേശത്തോട് ഓടിയെത്തുന്ന ആ ഒരു കുമരേശനിലേക്കുള്ള ട്രാൻസ്ഫർമേഷൻ. ആദ്യം വെള്ളത്തിൽ ചവിട്ടാൻ മടിക്കുന്ന ആ കാലുകൊണ്ട് തൂമ്പ ചവിട്ടി ഉയർത്തി തെങ്ങിൻ്റെ നടാൻ പോകുന്ന ആ ഒരു കഥാപാത്രത്തിലേക്കുള്ള രൂപമാറ്റം ഒരുപക്ഷെ ഒരു പുനർജന്മത്തിലേക്കാവാം വിരൽ ചൂണ്ടുന്നത്. ആദ്യ സമയത്ത് ടെക്നോളജിയുടെ അങ്ങേയറ്റത്ത് സെൻട്രൽ ലോക്കിംഗ് ഉപയോഗിച്ച് വാഹനം തുറക്കാൻ ഉപയോഗിക്കുന്ന ആ കൈകൾ കൊണ്ട് തന്നെ ഇവിടെ ഒരു തെങ്ങ് പിഴുതെടുത്ത് അവിടേക്ക് പുതിയൊരു തെങ്ങ് നടുന്ന കുമരേശനിലേക്കുള്ള ട്രാൻസ്ഫർമേഷൻ എത്ര കൈയടക്കത്തോടു കൂടിയാണ് ചെയ്തിരിക്കുന്നത് നോക്കുക. വേഷവിധാനത്തിലെ മാറ്റമോ ആ ഡേവിഡിൽ നിന്നും ഇപ്പോൾ കാണുന്ന കുമരേശനിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫർമേഷനും അദ്ദേഹത്തിൻ്റെ ചിന്താരീതികളും പ്രവർത്തന രീതികളും എല്ലാം പ്രേക്ഷകരെ മറ്റൊരു തലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വൈഡ് ഷോട്ടുകൾ കൊണ്ടാണ് ആദ്യ ഭാഗമെല്ലാം സംവിധായകൻ നിറച്ചിരിക്കുന്നത് നോക്കുക. ഓടി വരുന്ന വാഹനം ഉറക്കം വരുന്ന നമ്മുടെ നായകൻ ഒരു വഴിയിലേക്ക് ഒതുക്കുന്നു. അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലമാണ് എന്നതിനും ഉപരിയായിട്ട് നന്ദി വീണ്ടും വരിക എന്നൊരു സൈൻ ബോർഡും ചേർത്ത് വച്ചിരിക്കുന്നു. ഒരു ഉച്ചയുറക്കത്തിന് ശേഷം പുറത്തേക്കിറങ്ങി അപരിചിതമായ വാഹനത്തെ ഉപേക്ഷിച്ച് തൻ്റെ വേഷവിധാനങ്ങളും തൻ്റെ മാനറിസങ്ങളും എല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയായി മാറുന്നതിൻ്റെ ചിത്രം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോഴും ഇടതുവശത്തായിട്ട് നന്ദി വീണ്ടും വരിക എന്നൊരു ബോർഡ് സിംബോളിക്കലായി കാട്ടിവെച്ചിരിക്കുന്നു. ആ കഥാപാത്രം വീണ്ടും തിരിച്ചിവിടേക്ക് വരുമോ വരില്ലയോ എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് കണ്ണാടിയും ഷൂസുമെല്ലാം ഉപേക്ഷിച്ച് ഇതുവരെ പരിചിതമല്ലാത്ത ഒരു വഴിയിലൂടെ മുന്നിലേക്ക് നടന്നു പോകുമ്പോൾ ആ കാണുന്ന ട്രാൻസ്ഫോർമേഷൻ, മറ്റൊരു വ്യക്തിയിലേക്കുള്ള രൂപമാറ്റം. അതിവിടെ എത്തുമ്പോഴേക്കും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ വീട്ടിലേക്ക് എത്തി അവിടുത്തെ മുറ്റം വൃത്തിയാക്കുന്നു. ചെടികൾ ഒരുപാട് വളർന്നതിൻ്റെ സന്തോഷവുമെല്ലാം ഈ വ്യക്തി മറ്റെവിടുന്ന് വന്നതുപോലെ തോന്നുന്നു. ഒരു യാത്ര കഴിഞ്ഞ് തൻ്റെ സ്ഥലത്തേക്ക് തിരിച്ചെത്തിയ ഒരു സന്തോഷ മുഖത്ത് കാണുന്നുണ്ടെങ്കിലും എവിടെ പോയി, എങ്ങനെ പോയി, മുൻപത്തെ ആളിൽ നിന്ന് ഇങ്ങോട്ട് എങ്ങനെ മാറി എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് അവശേഷിപ്പിക്കുന്നു. ഇവിടെ ഇതാ നട്ടുവെച്ചൊരു ചെടി ഇവിടെ വളർന്ന് അതിൽ ഓറഞ്ച് കാഴ്ച നിൽക്കുന്ന ഒരു സീനൊക്കെ എത്ര ബ്രില്യൻ്റ് ആയിട്ടാണ്. ചിത്രത്തിൽ ആദ്യം കാണുന്ന വലിയ വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്ന ഡേവിഡ് കുമരേശനിലേക്ക് മാറുമ്പോഴേക്കും പഴയ വീട്ടിലെ ഓരോ സ്ഥലങ്ങളും പരിചിതമാണ് എന്ന് വ്യക്തമാക്കുന്ന ചിത്രമാണിത്. വാതിൽ പൂട്ടിയിട്ടിരിക്കുകയാണെങ്കിലും അതെങ്ങനെയാണ് തുറക്കേണ്ടത്, ഉള്ളിലേക്ക് കയറിയിട്ട് പാചകം ചെയ്യേണ്ടത് എങ്ങനെയാണ്, പുക വരുന്ന അടുപ്പിൽ നിന്നും ഒരു പാത്രം കൊണ്ടുവച്ച് തനിക്ക് വേണ്ട ഭക്ഷണം ഒരുക്കിയെടുക്കുന്നതും, അങ്ങനെ ആ ഒരു രൂപമാറ്റം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാഴ്ചകൾക്കപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു കാലത്ത് ഉപയോഗിക്കുന്നതെല്ലാം നമുക്ക് അപരിചിതമാകുന്നത് മറ്റൊരു ജന്മത്തിലാവാം. ഇന്ന് നമ്മൾ എന്തിനോ വേണ്ടി ഓടുന്നു, എന്തിനോ വേണ്ടി സമയം പാഴാക്കുന്നു. എന്നാൽ മറ്റൊരു ജന്മത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഒന്നും നമുക്ക് പരിചിതമല്ലാതെ പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. നമ്മുടെ രൂപവും ഭാവവും എല്ലാം മാറ്റുന്നു. എന്നാൽ ഈ ചിത്രത്തിൽ ഇവിടെ വെച്ച് കഥാപാത്രം തിരിച്ചറിയുകയാണ് തൻ്റെ ശരീരവും മനസ്സും രണ്ടാണ്, തന്നെ ആരും തിരിച്ചറിയുന്നില്ല. ആ ഒരു വിഷമത്തോടുകൂടി ഇങ്ങനെ വീണ്ടും പോയി ആ ഒരു പഴയ വീടിൻ്റെ ഉമ്മറത്ത് കിടക്കാനൊരുങ്ങുന്ന ഈ ഒരു രംഗമാണ് ചിത്രത്തിൻ്റെ മറ്റൊരു ടേണിംഗ് പോയിന്റ്. ആദ്യം വെള്ളത്തിൽ ചവിട്ടാൻ മടിച്ച ആ ഒരു വ്യക്തി ഇപ്പോൾ ചെളി പിടിച്ച് കിടക്കുന്ന ഈ ഒരു വീടിൻ്റെ അല്ലെങ്കിൽ തൻ്റെ വീടിൻ്റെ
തിണ്ണയിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്ന ആ ഒരു സീനിലേക്ക് വരുമ്പോഴേക്കും ഒരു ക്ലോസപ്പ് വരികയാണ്. അവിടെ നിന്നും ഉണരുമ്പോൾ അദ്ദേഹം വീണ്ടും പഴയ മനുഷ്യനാകുന്നതാണ് നമ്മുടെ ചിത്രം. എന്നാൽ ജീവിതത്തിൽ ഇങ്ങനെ സാധിക്കണമെന്നില്ല. ഇവിടെ എത്തുമ്പോഴേക്കും വീണ്ടും ഇംഗ്ലീഷ് പറഞ്ഞു തുടങ്ങുകയാണ്. ഡിസ്കസ്റ്റിംഗ്. വളരെ ഇറിറ്റേറ്റഡ് ആയിട്ട് ആ ഒരു വേഷത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ പെട്ടിരിക്കുന്നു. അവിടെ നിന്നും പഴയ ആ ഒരു വസ്ത്രം കാണുമ്പോഴേക്കും തിരിച്ചു വരുന്നതായി ചിത്രം അവസാനിക്കുന്നു. പക്ഷേ അവിടെ നിന്ന് പ്രേക്ഷകൻ ചിന്തിക്കാൻ തുടങ്ങുന്നു. അതാണ് അതിൻ്റെ വിജയം.